മലക്കറി വണ്ടിക്കാരൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. പലരും ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് കണ്ണു തെളിയിരിക്കുകയാണ്. 1 ലക്ഷം കൂടെ പോരും, 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. പാരം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങൾ തേടി നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഷൈൻസി കോർണറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക. പുനലൂർ ഉറുകുന്നു സ്വദേശിയായ രവീന്ദ്രചേട്ടന്റെ വ്യത്യസ്തമായ ഒരു കച്ചവട രീതിയാണ് ഇന്ന് തന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. ശ്വാസമുട്ടലും മറ്റ് അനുബന്ധ അസുഖങ്ങളും മൂലം വലിയ ജോലികൾ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയതാണ് അദ്ദേഹം. അതിൽ കൂടുതൽ പേരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുതിയ വഴി തേടിയിരിക്കുകയാണ്. അത് നമുക്കൊന്ന് കണ്ടു. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെ തോന്നിയതാ? ഇങ്ങനെ ഈ മലക്കറി വണ്ടിക്കാരൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. നേരത്തെ ആക്രി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ഈ മലക്കറി വണ്ടിക്കാർ ഈ സാധനം കൊണ്ടു നടക്കുന്നുണ്ട്. പലരും പറഞ്ഞത് നല്ലതാ, നമ്മുടെ വാടകത്തില്ല, ഇത് വെച്ച് അങ്ങ് പോയാൽ മതി. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോകുമ്പോ. ആരെങ്കിലും എന്തെങ്കിലും വഴക്കൊക്കെ പറയൂ? വഴക്കൊന്നുമില്ല. കച്ചവടത്തിന് ഇച്ചിരി ബുദ്ധിമുട്ട്. ആദ്യമായിട്ട് ഇറങ്ങിയതായതുകൊണ്ട് നമുക്ക് കച്ചവടം ഇപ്പോഴും അങ്ങനെ തന്നെ. വീട്ടുകാർക്കും സുഖമില്ലാത്ത ചിലവനൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ പോകുന്നു. ഇതുകൊണ്ട് ഇങ്ങനെ കഴിയും. മക്കളില്ല, രണ്ടുപേര്. ഓക്കെ. നേരത്തെ എന്താ ജോലി എന്തായിരുന്നു? എനിക്ക് മേശിരിമാരുടെ വയ്ക്കാണ്ട് പോവുക, പിന്നെ പാറപ്പണിയുണ്ട്, അതൊക്കെയായിരുന്നു. ഇപ്പൊ അതിന് പോകുന്നില്ല. ശ്വാസം മുട്ടിട്ട് മറ്റു പല അസുഖങ്ങളാണ്. വയോധികർക്കുള്ള സംരക്ഷണത്തിന് ധനം സ്വരൂപിക്കുവാൻ കേരള സംസ്ഥാന ഭാഗ്യക്കുറി നിങ്ങൾക്കായി ഒരുക്കുന്നു. ചൊവ്വാഴ്ച ഭാഗ്യക്കുറി സ്ത്രീ ശക്തി ഈ ഭാഗ്യമത്സരത്തിൽ ഐശ്വര്യമായി പങ്കെടുക്കുക. ഒട്ടനവധി ആവശ്യങ്ങൾക്ക് യാഥാർത്ഥ്യമാകും. ഉള്ള വരുമാനം ഇതാണ് ലോട്ടറിയുടെ. കച്ചവടം തുടങ്ങിയിട്ട് 3 മാസമായി. അത് ആദ്യം ഒരു 60 ടിക്കറ്റ് എടുക്കും. ആദ്യം 30 എടുത്ത്, പിന്നെ 60 എടുത്ത്, ഇപ്പോൾ 110 ടിക്കറ്റ് എടുക്കും. ഇങ്ങനെ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകും. അടുത്ത എടുക്കുന്നു. അവിടുന്ന് ഇവിടെ വരെ കാലങ്ങളെ പരിചയിച്ച 52 ഭാഗ്യവർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് കേരള ഭാഗ്യക്കുറി എന്ന സമൂല പരിവർത്തനങ്ങളും ലോട്ടറി വിതരണക്കാരിലൂടെ സ്ത്രീ ശക്തി ഭാഗ്യക്കുറി 75 ലക്ഷത്തിൽ ആരംഭിച്ച് 100 രൂപ വരെയുള്ള ആകർഷകമായ പ്രൈസ് 260 അടിച്ചായിരുന്നു. ഇപ്പം ഒരു മാസം കൊണ്ടില്ല. ഇല്ല, പ്രൈസ് ഒക്കെ പൊതുവെ കുറവാണ് അല്ലേ? പൊതുവെ കുറവാണ്, പ്രൈസും കുറവാ. കാരണം ഈ 10,000-7,000 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ 100 രൂപയെങ്കിലും അടിക്കണം. അതെ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ഒരാളിങ്ങനെ ഒരു സഞ്ചരിക്കുന്ന ഒരു മൈക്ക് സെറ്റ് കടന്നു പോകുന്നു. അത് നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കട്ടെ. എല്ലാ കഷ്ടപ്പാടുകളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. രവീന്ദ്രൻ ചേട്ടൻ യാത്ര തുടരുകയാണ് തൻ്റെതായ രീതിയിൽ, ഈ മീനച്ചൂട് വകവയ്ക്കാതെ. ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റിൽ തകർന്നു പോയ വലത് കൈ എന്നെ കാണിച്ചു. ജീവിതത്തോട് തോൽക്കാൻ മനസ്സില്ലാതെ പടവെട്ടുന്ന മറ്റൊരാൾ കൂടി. ദാനിയേലപ്പച്ചനും യേശുദാസൻ ചേട്ടനുമൊക്കെ നടന്നുപോയ വഴിയിലൂടെ അയാളും നടന്നു നീങ്ങുകയാണ്. ജീവിതത്തിലെ ഒരു യൂണിവേഴ്സിറ്റികളും പറഞ്ഞു തരാത്ത ഏതൊക്കെയോ സത്യങ്ങൾ, പാഠങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോട്ടറിയായി നടന്നൊരു പയ്യൻ, കോട്ടയത്തുകാരൻ. അവൻ നോട്ടൊരെണ്ണം മാറി ചെറിയൊരു ലോട്ടറി കുറിവാ.